അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ ഒരു നടപടി എത്രമാത്രം പോലീസ് സേനയെ അപഹാസ്യരാക്കിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവത്തിന് ശേഷം നടക്കുന്ന സോഷ്യൽ മീഡിയ ചർച്ചകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. ഇവിടെ ഈ പ്രതികൾ എന്ന് പറയുന്ന ഇ ഡി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് അതിൽ പ്രതിസ്ഥാനത്തെത്തിയ ഈ ആളുകൾ അവർ കോടതി നിർദ്ദേശപ്രകാരം അവിടെ ഒപ്പിടാൻ ചെല്ലുന്നു. ആ ഉദ്യോഗസ്ഥരെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചു വരുത്തുന്നു. അവർക്ക് പോലീസിൻ്റെ ഡ്രസ് കോഡ് നൽകുന്നു. എത്രമാത്രം അപഹാസ്യമാണ്. അതായത് ഈ ഭരണം മാറിയിട്ടും ഇപ്പോൾ CPMൻ്റെ സഖാക്കൾ തന്നെയാണോ കേരള പോലീസ് ഭരിക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഇത് പറയുന്നതിൽ എനിക്ക് വിജയത്വം. കാര്യം എന്താ വെച്ചാൽ ഈ പ്രതികളെന്ന് പറയുന്നത് അവർ ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയിൽ പ്രതികളൊന്നും ആയിട്ടുള്ളവരൊന്നുമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒന്ന് ഇവിടുത്തെ LC സെക്രട്ടറിയും പാളയം ഏരിയ കമ്മിറ്റി മെമ്പറുമായ പാർട്ടിയിലെ തന്നെ CIP ബിനു മുൻ കൗൺസിലറാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ചാല ഏരിയ കമ്മിറ്റി മെമ്പറും DFA ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും തിരുവനന്തപുരം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും അദ്ദേഹം മുൻ കൗൺസിലറുമാണ്. പിന്നെ ബാക്കിയുള്ളതും പാർട്ടിക്കകത്തുള്ളതാണ്. നിങ്ങൾ പറയാനായിട്ട് ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയിലാണ് ഈ പ്രതികളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞ് പ്രതികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊരു അക്യൂസ്ഡ് മാത്രമാണ്. നിങ്ങൾ കൾപ്രിറ്റ് അല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർ കുറ്റവാളികളൊന്നുമല്ല. അവരൊരു സംഘടനയിൽ നിന്നപ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ED റെയ്ഡ് ചെയ്തു എന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ സ്വാഭാവികമായി ഉണ്ടാക്കിയ ഒരു പ്രതികരണം മാത്രമാണ്. നിങ്ങളത് കോടതിയിൽ കോടതിയിൽ വന്ന് അവർ ശിക്ഷിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോലീസുകാരെന്ന് പറഞ്ഞാൽ SH, ഞാൻ പോലീസിൻ്റെ വക്താവൊന്നുമല്ല, പോലീസ് വിളിച്ചു വരുത്തുന്നത് അവർ എങ്ങനെയാണ് വിളിച്ചു വരുത്തുന്നത്? നോക്കൂ, കണ്ടീഷൻ ബെയിലുണ്ട്. കണ്ടീഷൻ ബെയിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ മ്യൂസിയം സ്റ്റേഷൻ്റെ അകത്ത് കാലത്തോ വൈകിട്ടോ അത് അവിടെ വന്ന് ഒപ്പിടണം. ആ ഒപ്പിടുന്ന സമയമാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ പറയുന്നത് ട്രസ്റ്റിൻ്റെ കേസ് എങ്ങനെയാണ്? ഗവൺമെൻറ് ഇപ്പോൾ കാക്കി ധരിച്ചുകൊണ്ട് ഈ അക്യൂസ്റ്റുകൾ കംപ്ലീറ്റും ആ രീതിയിലാണെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങൾ പറയുന്നത് വെച്ചാൽ അവർക്കൊരു ടെസ്റ്റ് എടുത്തു. അവർ ഏതോ ടെസ്റ്റിൽ നിന്ന് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് അവിടുത്തെ SH വാങ്ങിച്ചു കൊടുത്തത്. അത് എല്ലാവരും അങ്ങ് SH ആണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. നോക്ക്, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു മനസ്സിലാക്കണം. നിങ്ങൾ അവർ പ്രതികൾ മാത്രമല്ല, അവർ കുറ്റവാളികളൊന്നും ആയിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, ആലപ്പുഴയിൽ നേരത്തെ മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തിയ ആലപ്പുഴയുടെ AD തോമസ്, അദ്ദേഹം MLA ആണ്. അദ്ദേഹം പ്രതി എത്ര കേസിൽ ഇതാണ്. നോക്കൂ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അങ്ങേക്ക് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത് CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയതുകൊണ്ട് അല്ലെങ്കിൽ DYFIയുടെ സംസ്ഥാന നേതാവായതുകൊണ്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ VIP പരിഗണന ലഭിക്കണമെന്നാണ്. ഇവർ കണ്ടീഷൻ ബെയിലിൽ പോയത് ഏത് കേസിലാണ്? രാജ്യത്തെ നിയമ സംവിധാനം വഴി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 66 ദിവസം എന്തിനാണ് ജയിലിൽ കിടന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ ജയിലിൽ കിടന്നത്? അല്ല, ഞാൻ പറഞ്ഞിട്ട് സ്വാഭാവികമായി നമ്മൾ ഒരു പ്രതിരോധം തീർക്കുമ്പോഴത്തേക്ക് പോലീസ് എങ്ങനെയാണ് FIR എഴുതുന്നത്? പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി, അങ്ങനെയല്ലേ ഒരു FIR ഇരുന്നത്? നമ്മൾ സമരത്തിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് ഇത് പോലീസിന്റെ FIR ഒന്നുമല്ല, രാജ്യത്തെ ടെലിവിഷൻ ചാനലുകളിലൂടെ മലയാളികൾ ഉള്ളിടത്തെല്ലാം കണ്ടതാണ് എങ്ങനെയാണ് ആക്രമിച്ചത്. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് ഇവർ കൊലക്കേസിലെ പ്രതികളോ അല്ലെങ്കിൽ ഇവർ വേറെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയിൽ മറ്റൊരു കേസുമില്ല. ഇത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ നിങ്ങൾ മനോരമ പത്രം എടുത്ത് നോക്കിക്കോളൂ. ശ്രീ VD സതീശൻ എത്ര കേസുണ്ട്? ശ്രീ DK ശിവകുമാറിന് എത്ര കേസുണ്ട്? നിങ്ങളൊന്ന് പരിശോധിക്കും. അപ്പോൾ അവരൊക്കെ എന്തിനാണ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി? അവർ സമരത്തിന് പോവും, സമരം ഉദ്ഘാടനം ചെയ്യും, അവിടെ പോലീസ് FIR ഇടും. അതുപോലെയാണോ BJP ഓഫീസിൽ ബോംബെറിഞ്ഞ കേസ്? അതുപോലെയാണോ BJP ഓഫീസിൽ ബോംബെറിഞ്ഞ കേസ്? ഞാൻ ഒരു കാര്യം പെട്ട് ഈ അങ്ങയിലേക്ക് തിരികെ വരാം. അല്ല, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് പറയുന്നത് ഇവര്. ഞാൻ പറയുന്നത് പിന്നെ ഊഞ്ഞാലാടി എന്ന് പറയുന്നത്, ഊഞ്ഞാൽ എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? നിങ്ങൾ കണ്ടോ? പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ, പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ്. അവിടെ മുന്നിൽ അല്ല, അത് അവർക്ക് മാത്രം ആടാനുള്ളതാണോ?
ആർക്ക് മാത്രം? പോലീസുകാർക്ക് മാത്രമാണോ? പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ ആടാമോ? ആയിക്കോട്ടെ, അവിടെ എവിടെയാണ് എനിക്ക് മനസ്സിലായി. അതായത് അപ്പൊ ഇത് പണ്ടൊരു കാലത്ത് SI-യുടെ കസേരയിലേക്ക് ഒരാൾ കയറി SI-യുടെ കസേരയിലേക്ക് തുപ്പി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്നാണെന്ന് പറഞ്ഞ ന്യായീകരണം. നോക്കുന്ന ഊഞ്ഞാല് കെട്ടിക്കുന്നത് ഫ്രണ്ടിലാണെന്നേ, ഓണാഘോഷ പരിപാടിയായിട്ട്. അത് പോലീസുകാർക്ക് മാത്രമല്ല, കുട്ടികൾക്കും എല്ലാവർക്കും ആടാൻ വേണ്ടി. അവിടെ ഒരു കുട്ടിയും ആടിയതായി നമ്മൾ കണ്ടില്ല. ആ പ്രീമിസസിന് അല്ല, ഞാൻ ഇനിയൊരു കാര്യമുണ്ട്. ഈ അവിടുത്തെ ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളോടെല്ലാം ഇതേ സമീപനമായിരുന്നുവെങ്കിൽ ആ SH ചെയ്യേണ്ട എന്താണ്? അവിടെയുള്ള പ്രതിസ്ഥാനത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ ഓണക്കോടി വാങ്ങിക്കൊടുത്ത് എല്ലാവരെയും വിളിച്ച് ഊഞ്ഞാൽ അടിപ്പിക്കേണ്ടതായിരുന്നു. SH ആണ് വാങ്ങിച്ചു കൊടുത്തത് ഇത് ഡ്രസ്. പറയുന്നു SH വാങ്ങിച്ചോടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്. ഒരു പോലീസുകാരൻ മുഖേനയാണ് ആ എന്താ പറയുക ഡ്രസ് കോഡ് അല്ലെങ്കിൽ ഡ്രസ്സ്, ഒരു ജോഡി ഡ്രസ്സ് ഈ പ്രതികൾക്ക് എത്തിച്ചതെന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ അന്വേഷണം ഉത്തരവിട്ടത്. ഒരു ജോഡി ഡ്രസ്സ് ഈ പ്രതികൾക്ക് എല്ലാം ആ പ്രതിക്ക് മാത്രം എത്തിച്ചെന്നോ? 1-2 പ്രതികൾക്ക്, പ്രധാനപ്പെട്ട ആളുകൾക്ക്. നിങ്ങൾ ഞാൻ അങ്ങയിലേക്ക് വരാം.